ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസങ്ങളായില്ലേ റഷീനാനെ കാണുവാനേ ഇല്ല. വല്ലപ്പോഴും വരും, ഒരു വീഡിയോ ഇടും, ഒറ്റ പോക്കാണല്ലേ. എന്താ പറയാ, കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഒരേ ഓട്ടത്തിലാണ്. ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്നതുമുണ്ട്, പറയാൻ പറ്റാത്തതുമുണ്ട്. അപ്പോൾ അതിന്റെ ഓട്ടത്തിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഓരോ അതായത് ഫോണിൽ എഡിറ്റിങ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടല്ലോ, ഇക്കെല്ലാം ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ തലവേദന അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോസ് കറക്റ്റായിട്ട് എടുക്കാനും എന്താ പറയാ ചെയ്യാനും ഒന്നും തന്നെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചാനൽ ഒരു എന്താ പറയാ ചാനലിന്റെ ഞാൻ അനലിറ്റിക്സ് നോക്കലേ ഇല്ല. കാരണം എനിക്ക് വിഷമാവും, അത്രയും ഡൗൺ ആയിട്ട് കിടക്കണം. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ചെയ്താലല്ലേ എന്താണ് കയറി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അതായത് ഇക്കാടെ പിന്നെ ഡോക്ടർ അല്ലേ MRI ബുക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മാസം 24-ാം തീയതിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്. ഈ 24-ന് തന്നെയല്ലേ, 24-ന് നമുക്ക് അന്ന് തന്നെ MRI ചെയ്ത് ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. കാരണം അതായത് സർജറി ചെയ്ത ന്യൂറോ സർജനെ കാണിക്കണം. അതിനുശേഷം നമുക്ക് റേഡിയേഷൻ ഡോക്ടറിനെ കാണിക്കണം. ന്യൂറോ സർജനെ അതുപോലെ റേഡിയേഷൻ ഡോക്ടറിനെ എല്ലാവരെയും കാണിക്കണം. അപ്പോൾ ഇവര് ഇക്കാരുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ ഏകദേശം 6-7 മണിക്കൂറാവും റിപ്പോർട്ട് കിട്ടാൻ. അപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത് 9:30-ക്കാണ് കിട്ടിയിട്ടുള്ളത്. 9:30-ക്ക് എടുത്താൽ എന്തായാലും റിപ്പോർട്ട് 4:30-5 മണി അങ്ങനെയൊക്കെ ആവും കിട്ടാൻ. അത് കിട്ടിയിട്ട് അന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. പിന്നെ ന്യൂറോ സർജൻ പിറ്റത്തെ ദിവസമാണുള്ളത്. അന്ന് കാണിച്ച് അന്നത്തെ ദിവസം നമുക്ക് റേഡിയേഷൻ ഡോക്ടർ ഇല്ല. അപ്പൊ റേഡിയേഷൻ ഡോക്ടർക്ക് പിറ്റത്തെ ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 24, 25, 26 3 ദിവസം നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നേ പറ്റൂ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇക്കാക്ക് ഒരു ഒന്നും ഇല്ലാതിരിക്കട്ടെ. ഈ MRIയിൽ നമുക്ക് സമാധാനം തരുന്നൊരു വാക്കുകൾ എന്താ പറയുക ഡോക്ടർമാരുടെ വായിൽ നിന്ന് നമുക്ക് കിട്ടട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലാണ് റഷീന. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാനൊന്ന് സൈഡാക്കിയിരിക്കുകയാണ്. ഇതിലോട്ട് നിന്ന പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നടക്കാതാവും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയും എനിക്ക് ഡോക്ടർ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഭാഗത്തെ പ്രശ്നങ്ങൾ തീർന്നുണ്ട്. ബുക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും അറിയാലോ, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കേണ്ട ഓട്ടത്തിലാണ്. പിന്നെ അതിനിടയിൽ ഇക്കാക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അതിന് മണ്ണാർക്കാടാണ് ഇക്കാടെ നാട്. അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്കത് ചെയ്യേണ്ടത്. അതിനേക്കാൾ ഒരു ഇഷ്യൂ വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ പാലക്കാട് എന്ന് വെച്ച് കൊടുത്തു. പക്ഷെ എനിക്ക് കോള് വന്നത് കോഴിക്കോട് കലക്ടറേറ്റിൽ നിന്നാണ് എനിക്ക് കോള് വന്നിട്ടുള്ളത്. അതായത് അവരുടെ ഇതിന് ക്യാമ്പയിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ, കോഴിക്കോട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ പ്രശ്നമാണ്. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് നാളെ അത് ശരിയാക്കാൻ വേണ്ടി മണ്ണാർക്കാട് പോകണം. ഇക്ക ഒറ്റയ്ക്ക് പോയാല് ശരിയാവില്ല. അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്ക ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. ഇക്ക പോയാൽ ശരിയാവില്ല, കൂടെ ഞാനും പോയാലേ അത് വേഗം അങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ. പിന്നെ എന്റെ ഓരോ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ട് എനിക്ക് വീഡിയോ അപ്പൊ ഞാനൊന്ന് സൈഡാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കുള്ളതാണെങ്കിൽ എന്തായാലും നമുക്കത് സെറ്റായി കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അധികം കറക്റ്റായിട്ട് ഇല്ലാതെ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ നമ്മളുടെ വീഡിയോ പറഞ്ഞാൽ എല്ലാവരെയും പോലെ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല. നമുക്ക് ഓരോന്ന് പോയി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ പല ലിമിറ്റേഷൻസും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 24-ാം തീയതി MRI. അതോടുകൂടി ഞങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടട്ടെ. ഈ ചാനലിൽ ഞങ്ങളുടെ സന്തോഷകരമായ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റട്ടെ എന്നെല്ലാം ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. 24-ാം തീയതി 25, 26 3 ദിവസം ഞങ്ങൾ എറണാകുളം അമൃതയിലായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്താണ് അപ്പൊ അത് കഴിഞ്ഞാൽ മനസ്സിനൊന്ന് ആശ്വാസം കിട്ടി. ചാനൽ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകണം. നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. അതിനൊക്കെ ഒന്ന് നമ്മുടെ മനസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കാര്യത്തിനും നമ്മുടെ മനസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂളായാലും മാത്രമേ നമ്മൾ ഏതൊരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും തന്നെ പറ്റാത്തത്. പിന്നെ ഞാൻ ഒന്ന് ഡൗൺ ആയാൽ പിന്നെ ഇക്കാക്ക് അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെ അറിയില്ല. വീഡിയോസ് എടുക്കും അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാനേ അറിയില്ല.
അപ്പൊ ഇക്കും പറഞ്ഞു സമാധാനപ്പെടുക, എല്ലാം കൂടെ ടെൻഷൻ അടിച്ച് ഒരു തലയുള്ളൂ, എല്ലാം കൂടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് ഇതാവണ്ട, നീ സമാധാനപ്പെടുക, പതുക്കെ പതുക്കെ നമുക്ക്, അതായത് നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് എന്തായാലും ഒക്കെ റെഡി ആവും. പതുക്കെ അവിടെ അതിന്റെ ഇടയിൽ വേറെയും ഒരു കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്താണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓട്ടത്തിലായിരുന്നു ഞാന്. അതുകൊണ്ടാ വീഡിയോസ് ഇല്ലാത്തത്. റഷീനാൻ ആരും മറന്നിട്ടില്ലല്ലോ, ആരും മറക്കില്ല എന്നറിയാം, നമ്മളെ സ്നേഹിക്കുന്നവരാരും മറക്കില്ല എന്നറിയാം. എല്ലാവരും വീഡിയോസ് ഒന്ന് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് അടുപ്പിച്ചിപ്പോ പെരുന്നാൾ വ്ലോഗ് ഇട്ടതാണ്, അതിനുശേഷം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങൾ വീഡിയോസ് ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ നമ്മളുടെ വ്യൂവേഴ്സും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും അതിനകത്തുണ്ട്. ഇനിയിപ്പോ ഒരാളാണ് വീഡിയോ കാണുന്നതെങ്കിലും അവരോടൊരു കാര്യം പറയുന്നത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോസ് ഇല്ലാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വന്നത്. പിന്നെന്താ, ഇപ്പോഴും നല്ല തലവേദനയാണ്. ഇന്ന് ഇപ്പൊ വേണ്ട, ഇന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ വീഡിയോ ചെയ്യാം, നല്ല സംസാരിക്കണ്ട, എനിക്ക് നല്ല തലവേദന, കണ്ണിനൊക്കെ നല്ല പ്രശ്നമാണ്, അപ്പൊ വേണ്ട പറഞ്ഞു. പക്ഷെ എന്നാലും പറ്റില്ല. 3 ദിവസമായി വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ചാനൽ ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഷോർട്സ് ആണെങ്കിലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോ ഇങ്ങനെ ഒരു വീഡിയോസ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ കാര്യങ്ങള്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. 24-ാം തീയതി പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് എല്ലാം തന്നെ, അതായത് ഓരോരോ ദിവസങ്ങളിലാണ് നമുക്ക് ഓരോന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസത്തെ കാര്യം എന്തെങ്കിലും ആയാൽ വീണ്ടും നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ദിവസം കൂടെ തങ്ങേണ്ടി വരും. അറിയാലോ, അവിടെ ഒരു ദിവസം കൂടുതൽ തങ്ങണ കാര്യം ഞങ്ങളുടെ ഈ സിറ്റുവേഷനിൽ വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാം നല്ല രീതിയിൽ നടന്ന് മനസ്സിനൊക്കെ ഞങ്ങൾക്ക് നല്ല സമാധാനമൊക്കെ വരാന് എന്നെ സ്നേഹിക്കുന്നവര് ഒന്ന് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അത്രയൊക്കെ തന്നെ. കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ, ബ്രദറിന്റെ കുട്ടികളുണ്ട്, അവര് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട്. കാണിച്ചെടുക്ക, ഇതായിരിക്കുന്നു, എല്ലാവരും നിരന്നിരിക്കുന്നതാ. ഹായ് പറ. അതാ ആയിഷക്കുട്ടിന്റെ, എന്റെ ബ്രദറിന്റെ രണ്ടാമത്തെ മോളാണ്, ബ്രദറിന്റെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. അതാ മുട്ടായി, അതാട്ടോ ഞങ്ങൾക്ക് മുട്ടായി വിതരണം ചെയ്തതാണ് അവള്. അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇക്കൊക്കെ എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ലാന്ന്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് കറക്റ്റായിട്ട് വീഡിയോസ്, കാര്യങ്ങൾ, ഷോർട്സ്, നല്ല വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടാൾക്കുമുണ്ട്. സാഹചര്യമാണ് എല്ലാത്തിനും തടയിടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ച് അധികം കാര്യങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോ നാളെ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. അവിടുത്തെ കാര്യങ്ങൾ, പിന്നെ അതല്ലാതെ വേറെ ബാങ്കിൽ പോകേണ്ട ഇഷ്യൂ ഉണ്ട്, അതൊന്ന് പോകണം. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്, ടാറ്റ. അപ്പൊ അത്രയൊക്കെ ഉള്ളു, ബൈ ബൈ.